ഹായ് ഡിയേഴ്സ്, ഞാൻ ലയന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നമ്മുടെ സമ്മർ സീസണിൽ നന്നായിട്ട് നമുക്ക് പൂക്കൾ തരുന്ന കുറച്ച് പെരനിയൽ പ്ലാന്റ്സിനെ കുറിച്ചാണ്. പെരനിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് പെർമനന്റ് പ്ലാന്റ്സ്, നമുക്ക് വർഷങ്ങളോളം നമുക്ക് നിന്ന് പൂക്കൾ തരുന്ന ചെടികളാണ് പെരനിയൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ബോഗൺവില്ലയാണ്. വെയിൽ എത്ര കൂടുന്നോ അത്രയും പൂക്കൾ കൂടുതൽ തരുന്ന ബോഗൺവില്ല. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് കൊറിയോപ്സിസിൽ കുറേ ദിവസമായിട്ട് നിറച്ച് പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. കൊറിയോപ്സിസ്, ഇതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് വിങ്ക റോസിയ എന്ന് പറയുന്ന ചെടിയാണ്. ഇതിൻ്റെ നാടൻ ഇനമാണിത്. നാടൻ ഇനങ്ങളിലൊക്കെ ഇപ്പം നിറയെ പൂവുണ്ടാവുന്ന സമയമാണ്. ഹൈബ്രിഡ് വെറൈറ്റീസിലും പൂക്കൾ ഉണ്ടാവുന്ന സമയം തന്നെയാണ്. വേനൽക്കാലത്ത് നന്നായിട്ട് അതിൽ പൂക്കൾ ഉണ്ടാവും. മഴ സീസണിലാണ് ആ ചെടി നശിച്ചു പോകുന്നത്. വിങ്ക റോസിയ, ഇതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ചെത്തിയിലും പൂക്കൾ ഉണ്ടാവുന്ന സമയമാണ് ഇപ്പോൾ. ഇനി ഈ സീസൺ കഴിഞ്ഞ് മഴ സീസൺ ആയാലും ചെത്തിയിൽ പൂക്കൾ നന്നായിട്ട് ഉണ്ടാവും. ഇതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇക്സോറ എന്ന് പറയും. ഇക്സോറ പ്ലാന്റ്സ്. ഇത് ലാന്റാന, കൊങ്ങിണി ചെടി എന്ന് പറയും. ഇതിൽ ഈ സീസണിൽ നിറയെ പൂണ്ടാവുന്ന ഒരു സമയമാണിപ്പോൾ. ഈ ചെടി നമുക്ക് വർഷങ്ങളോളം നിൽക്കുന്ന ചെടി തന്നെയാണ്. നമുക്ക് ഈ ഒരു സമയത്താണ് നിറച്ച് പൂക്കൾ ഉണ്ടാവുന്നതെന്ന് മാത്രം. ലാന്റാന. ഇതെന്ന് പറയുന്നത് ബ്ലൂ ഡേയ്സ് എന്ന് പറഞ്ഞ ചെടിയാണ്. ചെറിയ നീലപ്പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണിത്. പൂക്കൾ ഇങ്ങനെയാണ് ഉണ്ടാവുക, ബ്ലൂ ഡേയ്സ്. ഇതാണ് ടെക്കോമ എന്ന് പറയുന്ന ചെടി. ഇതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിലും ഒരുപാട് കളറിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ചെടികളുണ്ട് ഈ ചെടിയിൽ. ഇതുപോലത്തെ തന്നെ മഞ്ഞ കളറിലെ പൂക്കൾ ഉണ്ടാവുന്ന യെല്ലോ ബെൽസ് എന്ന് പറയുന്ന ചെടിയുണ്ട്. പടർന്നു കയറി ഇതുപോലെ മഞ്ഞ കളറിലെ പൂക്കൾ ഉണ്ടാവുന്ന ചെടിയുണ്ട്. കുറ്റിച്ചെടിയായിട്ട് നിന്ന് ചെറിയ ഓറഞ്ച് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയുണ്ട്. പിങ്ക് കളറിലെ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയുണ്ട്. ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ഈ ചെടിയിൽ കിട്ടും. ടെക്കോമ. ഇതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചെടിയാണ്. യൂഫോബിയ എന്ന് പറയും. ഒരു സമയത്ത് എന്താ പറയുക, എല്ലാവരുടെയും വീട്ടിലൊരു താരമായിരുന്നു യൂഫോബിയ. എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു ഒരു 60-65ഓളം വെറൈറ്റി യൂഫോബിയ ഉണ്ടായിരുന്നു. അത് പിന്നെ കുറച്ചായിട്ട് അങ്ങനെ നശിച്ചു പോയി. ഇപ്പോൾ 1-2 ഒക്കെ കാണുള്ളൂ. അതും നല്ല വെയിലിൽ നിൽക്കുമ്പോൾ നന്നായിട്ട് പൂ വിരിയുന്ന ചെടിയാണ് യൂഫോബിയ എന്ന് പറയുന്നത്. ഇത് നന്ദ്യാർവട്ടത്തിൻ്റെ വേരിഗേറ്റഡ് ലീവ്സ് ഉള്ള നന്ദ്യാർവട്ടമാണ്. ഇത് അതിൻ്റെ കട്ടപ്പൂ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണിത്. ഇത് സമ്മർ സീസണിൽ മരം പോലെ നിൽക്കുന്ന നന്ദ്യാർവട്ടങ്ങളൊക്കെ പൂവിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. നിറയെ പൂക്കളായിരിക്കും. ഈ ചെടിയിൽ ഇപ്പോൾ പൂക്കളില്ല. ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ പൂവ് കാണിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് അതിൻ്റെ ഒരു മിനിയേച്ചർ നന്ദ്യാർവട്ടം. ഈ ചെടിയും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് ഈ ഒരു സമ്മർ സീസണിലാണ്. ഒരു മഴ സീസണിലൊക്കെയാണ് ഈ ചെടി കുറച്ച് ഡള്ളായിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അതിനിപ്പോൾ ഈ ചെടിയുടെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല. എപ്പോഴും നന്നായിട്ട് പൂവുണ്ടാവുന്ന ചെടി. ഇത് നമ്മുടെ സ്വന്തം മുല്ല. ഇത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ചെടിയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ 1-2 വെറൈറ്റീസ് കാണാം. എന്ന് പറയുന്ന സാധാരണ മുല്ല പൂവാണത് ഈ ഒരു ചെടിയിൽ ഉണ്ടാവുന്നത്. ഈ ചെടിയിൽ നമ്മുടെ സാധാരണ മുല്ലപ്പൂ തന്നെ 2 വെച്ച പോലത്തെ പൂവാണ്. 2 തട്ടായിട്ട് പൂ വിരിയുന്ന ഒരു മുല്ലയാണിത്. ഇതിലും മൊട്ടിട്ടിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ 2 തട്ടായിട്ടാണ് പൂ വിരിയുന്നത്. 2 മുല്ലപ്പൂ ചേർത്ത് വെച്ച പോലെയാണ് പൂ വരുന്നത്. അതിൻ്റെ ഇതളുകൾക്കൊക്കെ കുറച്ച് നീട്ടമുള്ള ടൈപ്പ് മുല്ലയാണത്. അതിൽ പൂ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതിൽ പൂവില്ല. ഇതെന്ന് പറയുന്നത് കുറ്റിമുല്ലയാണ്. ഇത് ഞാൻ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് വെച്ചിട്ട് വലിയൊരു ഗ്രോത്തും കാര്യങ്ങളൊന്നും അങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു 2 ആഴ്ചക്കുള്ളിലാണ് ഈ ചെടി നന്നായിട്ട് വളർന്ന് വന്ന് നിറയെ മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കുറ്റിമുല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, നമുക്ക് എപ്പോഴും പൂവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ
വളർത്തുന്ന ഒരു ചെടിയാണ് കുറ്റിമുല്ല എന്ന് പറയുന്നത്. നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റിയ മുല്ലയാണ് കുറ്റിമുല്ല. ഇത് മുല്ലയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇവിടങ്ങളിലൊക്കെ ഇതിനെ പിച്ചി എന്നാണ് പറയാറുള്ളത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇനി കാണിക്കാൻ പോകുന്ന ചെടികൾക്കൊക്കെ വേറെ വേറെ പേരുകളായിരിക്കും നിങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ ആ പേരുകളൊക്കെ എനിക്കൊന്ന് കമൻറ്റിലൂടെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ട്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പൂ വരുന്നത്. പിച്ചി എന്നാണ് നമ്മൾ ഇവിടെയൊക്കെ പറയാറുള്ളത്. ഇതിലിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചെടിയിൽ പൂ വന്നിട്ടുള്ളത്. ഒരു പൂ അതിൽ വിരിഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതിലിങ്ങനെ ഇതിൻ്റെ ബ്രാഞ്ചസിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ മൊട്ടുകൾ വന്ന് പൂ വിരിയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ മൊട്ടുണ്ടാകുന്നത്. ഇത് വേറൊരു ടൈപ്പ് മുല്ലയാണ്. ഇതിനെ ബാംഗ്ലൂർ മുല്ല എന്നൊരു പേരാണ് എനിക്കറിയാവുന്നത്. ഇതിനും നിങ്ങൾക്ക് പേരുകൾ അറിയുന്നുണ്ടാവും. അറിയാവുന്നവർ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം. ഈ മുല്ലയുടെ ഇലകളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇതും പടർന്ന് കയറിയാൽ ചിലപ്പോൾ പടർന്ന് കയറുന്ന ഒരു ടൈപ്പ് മുല്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് വെട്ടി നിർത്താം. അതിനെ വെട്ടി നിർത്തിയാൽ ബുഷായിട്ട് നിന്ന് പൂവിരിയുന്ന ഒരു മുല്ലയാണിത്. ഇതെന്ന് പറയുന്നത് ഇതും ഈ പറഞ്ഞ പോലെ പടർന്ന് കയറാനൊരു ടെൻഡൻസി കാണിക്കുന്ന മുല്ല തന്നെയാണ്. അതിൻ്റെ തൈ ഞാൻ കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണിത്. വെളുത്ത പൂക്കളാണ് ഉണ്ടാകുന്നത്. നമ്മുടെ കുറുമൊഴി മുല്ല എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പേരുകൾ നിങ്ങൾക്ക് വ്യത്യാസമായിരിക്കാം. പറയാവുന്നതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഇത് ക്ലിമാറ്റിസ് എന്ന് പറയുന്ന ചെടിയാണ്. പടർന്നു കയറുന്ന ഒരു ചെടിയാണിത്. വൈനാണ്. ഇതിൻ്റെ നഴ്സറികളിലൊക്കെ ഇതിനെ ബ്രൈഡൽ ബൊക്കെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ശരിക്കുള്ള പേര് ക്ലിമാറ്റിസ് വൈൻ തന്നെയാണ്. ഇതിപ്പോൾ പടർന്ന് ഒരുപാട് മുകളിലേക്ക് പോയിരിക്കുകയാണ്. എനിക്ക് അതിനെ ഒരുപാട് അങ്ങനെ അടുത്ത് കാണിക്കാനായിട്ട് കിട്ടണില്ല. ചെടി അടുത്ത് കാണുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇത് റെയിനി സീസണിലും സമ്മർ സീസണിലും ഇതിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ക്ലിമാറ്റിസ് വൈൻ. ഇത് അലമാൻഡ എന്ന് പറയുന്ന ചെടിയാണ്. കോളാമ്പി പൂക്കൾ ഉണ്ടാകുന്നത്. ഇത് പടർന്ന് കയറി വളരണമെങ്കിൽ അങ്ങനെ വളരും. കാരണം നമ്മളൊരു മരത്തിലൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ എത്ര വേണമെങ്കിലും ആ മരത്തിൽ വളർന്ന് പൂടുന്ന ചെടിയാണിത്. പക്ഷെ അങ്ങനെ വേണമെന്നില്ല. നമുക്ക് വെട്ടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വെട്ടി നിർത്തിയാലും ഇതിൽ ആ പുതിയ ബ്രാഞ്ചസ് വന്ന് അതിൽ ആ ടിപ്പിലൊക്കെ പൂക്കളുണ്ടാവും. ഇതിലൊരു മഞ്ഞ കളറിലെ ഇതുപോലെ പൂ ഉണ്ടാകുന്ന ഒരു അലമാൻഡ വെറൈറ്റി കൂടി ഉണ്ട്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചെടിയായിരിക്കും. അരളി എന്ന് പറയുന്ന ചെടിയാണിത്. സമ്മർ സീസണിൽ നിറയെ പൂ ഉണ്ടാകുന്ന ചെടിയാണ്. ഒരുപാട് കളർ വെറൈറ്റീസ് നമുക്ക് കിട്ടും. അതുപോലെ ഒറ്റതളിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നതും കട്ടപ്പൂക്കൾ ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരുപാട് ടൈപ്പിലെ പൂക്കൾ നമുക്ക് ഈ ചെടിയിൽ കിട്ടും. ഒലിയാണ്ടർ എന്ന് പറയും ഇതിന്. ആ സമയത്തും പൂവുണ്ടാകുന്ന ഒരു ചെടിയാണ് മന്ദാരം എന്ന് പറയുന്നത്. 2-3 കളർ വെറൈറ്റി നമുക്കിതിൽ കിട്ടും. ഇതാണ് പ്ലംബാഗോ എന്ന് പറയുന്ന ചെടി. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് വേനൽക്കാലത്ത് നന്നായിട്ട് പൂവിരിയുന്ന ഒരു ചെടിയാണിത്, പ്ലംബാഗോ. ഇത് മാൻഡവില്ലയാണ്, യെല്ലോ മാൻഡവില്ല ചെടികളിലും ഇപ്പോൾ പൂവിരിയുന്ന സമയമാണ്. യെല്ലോ മാൻഡവില്ലയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് ആ വീഡിയോയിൽ കാണിച്ച പ്ലാന്റ് ആണിത്. അപ്പം ഇതിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും പൂവുണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് പൂവില്ല. ഇതാണ് യെല്ലോ മാൻഡവില്ല. ഇതിലും 2-3 കളർ വെറൈറ്റീസ് നമുക്ക് കിട്ടും. ഇനിയുള്ളതാണ് അഡീനിയം പ്ലാന്റ്സ്. അഡീനിയത്തിലും സമ്മർ സീസണിലാണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്നത്. ഇത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ മൊട്ടാണ്. ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഇപ്പോൾ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് സമ്മർ സീസണിൽ ഇത് പൂവിടാൻ തുടങ്ങും. നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത് റെയിനി സീസണിലാണ്. ഇതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് പൂവിടുന്ന വേറൊരു ചെടിയാണ് ജർബറ ചെടികൾ. ജർബറ ചെടികൾ വളർത്തി തുടങ്ങാൻ പറ്റിയൊരു സമയമാണ് സമ്മർ സീസൺ എന്ന് പറയുന്നത്.
ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയാം ചെമ്പരത്തി ചെടികൾ. ചെമ്പരത്തി ചെടികളിൽ ഇപ്പോൾ നന്നായിട്ട് പൂണ്ടാവുന്ന സമയമാണ്. ഹൈബ്രിഡ് ആണെങ്കിലും നാടനാണെങ്കിലും എല്ലാത്തിലും ഇപ്പോൾ നിറയെ പൂണ്ടാവുന്ന സമയമാണ്. ഇത്രയും ചെടികളൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. വിട്ടുപോയ ചെടികളൊക്കെ ഉണ്ടാവാം, അത് കമൻസിലൂടെ എന്നെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.